കാനഡയിൽ അധികാരം നിലനിർത്തി മാർക്ക് കാർണി 343 അംഗ പാർലമെന്റിൽ ലിബറൽ സഖ്യം 167 സീറ്റ് നേടി. ആതിര CS ഉണ്ട് വിവരങ്ങളുമായി. ആതിര, മാർക്ക് കാർണി അധികാരം നിലനിർത്തിയിരിക്കുന്നു, എങ്ങനെയാണ് വിവരങ്ങൾ? തീർച്ചയായും കാളിദാസൻ, കാനഡ തെരഞ്ഞെടുപ്പിൽ മാർക്ക് കാർണിയുടെ ലിബറൽ സഖ്യമാണ് മുന്നിട്ടിരിക്കുന്നത്. 343 അംഗ പാർലമെന്റിൽ ലിബറൽ സഖ്യത്തിന് 167 സീറ്റാണ് ലഭിച്ചിരിക്കുന്നത്. തുടർച്ചയായിട്ടുള്ള 4ാം തവണയാണ് ലിബറൽ സഖ്യം അധികാരത്തിൽ നിൽക്കുന്നത്. മാർക്ക് കാർണിയുടെ ലിബറൽ പാർട്ടി കാനഡയിൽ അധികാരം നിലനിർത്തിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പിൽ ഖലിസ്ഥാൻ അനുകൂലികൾക്ക് തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. ഖലിസ്ഥാൻ അനുകൂല സംഘടന NDP മേധാവി ജഗ്മീത് സിംഗ് തോറ്റിരിക്കുന്നു. ജഗ്മീത് സിംഗ് NDP നേതൃസ്ഥാനം രാജിവെച്ചിരിക്കുകയാണ്. തുടർച്ചയായിട്ടുള്ള 4ാം തവണയാണ് ലിബറൽ സഖ്യം അധികാരത്തിൽ നിൽക്കുന്നത്. 343 അംഗ പാർലമെന്റിൽ ലിബറൽ സഖ്യത്തിന് 167 സീറ്റിനാണ് മുന്നിൽ. വോട്ടെണ്ണൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. 4ാം തവണയാണ് ഇത്തരത്തിൽ മാർക്ക് കാർണി അധികാരത്തിൽ എത്തുന്നത്. NDPക്ക്, അതായത് ഭീകരവാദികൾക്ക് തിരിച്ചടി നേരിടുന്ന തെരഞ്ഞെടുപ്പിൽ ഖലിസ്ഥാൻ അനുകൂലികൾ NDPക്ക് 7 സീറ്റാണ് ഉണ്ടായിരുന്നത്. കോൺസർവേറ്റീവ് 145 സീറ്റിലാണ് മുന്നിലുള്ളത്. 67% ലിബറൽ സഖ്യത്തിനാണ് ഉള്ളത് മുന്നിലുള്ളത്. 343 അംഗ പാർലമെന്റിൽ ലിബറൽ സഖ്യത്തിന് 167 സീറ്റ് നിർത്തിയാണ് ഈ കാനഡ തെരഞ്ഞെടുപ്പിൽ മാർക്ക് കാർണിയുടെ സഖ്യം, അതായത് മാർക്ക് കാർണിയുടെ ലിബറൽ സഖ്യം മുന്നിൽ നിൽക്കുന്നത്. മാർക്ക് കാർണിയുടെ ലിബറൽ പാർട്ടി കാനഡയിൽ അധികാരം നിലനിർത്തിയിരിക്കുന്നത്. കാളിദാസ്, തീർച്ചയായും മാർക്ക് കാർണി അധികാരം നിലനിർത്തിയിരിക്കുന്നു. സ്വാഭാവികമായും ഒക്ടോബറിൽ നടക്കേണ്ട തിരഞ്ഞെടുപ്പ്, നേരത്തെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനമൊക്കെ ഉണ്ടായി. വലിയ രീതിയിലുള്ള വിജയ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് മാർക്ക് കാർണിയുടെ ആ ഒരു തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം അടക്കമുണ്ടായിരുന്നത്. വലിയ രീതിയിൽ ട്രംപിനെതിരെ, അല്ലെങ്കിൽ ട്രംപ് വിരുദ്ധൻ കൂടിയായ മാർക്ക് കാർണി ഈ ഒരു അധികാരം നിലനിർത്തുമ്പോൾ തിരുവായ് യുദ്ധത്തിലടക്കം വലിയ രീതിയിൽ കാനഡ അമേരിക്കക്കെതിരെ തിരിച്ചടിക്കും എന്നുള്ളതും കൂടിയാണ് വ്യക്തമാകുന്നത്. ആതിര CS ആണ് വിവരങ്ങൾ നൽകിയത്.